നമോ മേയർ ഗ്ലോബൽ ഫൗണ്ടേഷൻ. ഇത് ഞങ്ങൾ സ്റ്റാർട്ടാക്കണമെങ്കിൽ അതിന് മുന്നേ അതിലേക്കൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരുന്നത്. കോവിഡിൻ്റെ ടൈം ഉണ്ടായി. കോവിഡിൻ്റെ ടൈമിൽ ബോംബെയിൽ എത്രയോ കമ്പനി ബന്ധായി, കുറേ ആൾക്ക് പണിയില്ലാതായി, മനുഷ്യന്മാർക്ക് ശമ്പളം ഇല്ലാതെ വരാണ്ട് 6 തിങ്കൾ 8 തിങ്കൾ വരാണ്ട് ശമ്പളം ഇല്ലാതെ മസ്ത് ഭംഗത്തിലുണ്ടായി. അതിനെ ഞങ്ങൾ കണ്ടാനത്തെ ഞങ്ങൾ ഒരു 10-15 ആള് ഞങ്ങളിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആവണവർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സംസ്ഥ അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അത് മേയർ സേവാ സമിതി. അപ്പം ഞങ്ങൾ തന്നെ അതിലൊക്കെ പൈസ ഇട്ടിട്ട് ഒരു 3000-ൻ്റെ അവർക്ക് ഗ്രോസറീസ് കൊടുക്കുന്ന ഞങ്ങൾ അറേഞ്ച്മെൻ്റ് ആക്കിയോ. ഞങ്ങൾ നിരീക്ഷിച്ചിട്ടില്ല അത്ര ആൾ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരും ചെയ്തിട്ട്. ബട്ട് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ നല്ലോണം ബന്ധം ഞങ്ങൾക്ക് പിന്നെ അതിന് എല്ലാവരെയും ഡിമാൻഡിന് ഞങ്ങൾക്ക് റിക്വസ്റ്റിന് ഞങ്ങൾക്ക് കൊടുക്കുവാൻ ഭംഗം കണ്ട് ആ ടൈമിൽ ഞങ്ങൾ ഡൊനേഷൻക്ക് ഒരു ഗൂഗിൾ ഫോം ഇഷ്യൂ ആക്കിയോ. ഞങ്ങൾക്ക് ഡൊനേഷൻ കുറേ വന്ന പോലെ ഞങ്ങൾ അതിന് ആ ഗ്രോസറി ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ കണ്ടിന്യൂ വെച്ചോ. സാധാരണ ഒരു 200 ആളോളം ഞങ്ങൾ നമ്മളെ മേയർ അതിൻ്റെ ഇത് അഡ്വാൻറ്റേജ് എടുത്തനായിരുന്നു ചെല്ലുവാണെങ്കിൽ ഭാര്യ സന്തോഷമാണ്. കോവിഡ് തീർന്ന് പിന്നെ ഞങ്ങൾ ഈ എങ്ങനെ മുൻതുവരിക്കുന്നത്, എങ്ങനെ നമ്മളെ ജാതിക്ക് മാത്രമല്ല ഇടീ സമാജത്തിലേക്ക് എങ്ങനെ ഞങ്ങൾ ഉപകാരമാക്കണമെന്ന് ഞങ്ങൾ ആലോചനയാക്കിയിട്ട് ഞങ്ങളെ അധ്യക്ഷരുണ്ട് റവി ഉച്ചിൽ, അയാൾ ഒരു ഐഡിയ തന്ന് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ആക്കാം, ഫൗണ്ടേഷനെ രജിസ്റ്റർ ആക്കാം. അപ്പം നമുക്ക് മേയർക്ക് മാത്രമല്ല സമാജത്തിലേക്ക് നമ്മൾ ഉപകാരമാക്കുവാൻ കിട്ടുമോ, നമുക്ക് നമുക്ക് അതിലേക്ക് മുന്നേക്ക് വരാൻ സാധ്യത കൊണ്ടുപോയിട്ട് ആ അതിൽ ഞങ്ങൾ ഒത്തിട്ട് നമോ മേയർ ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിന് പേരും വെച്ചിട്ട് അതിനെ രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് ATG സർട്ടിഫിക്കറ്റും കിട്ടി. ഇത്ര പേര് ആർക്കും കിട്ടുന്നില്ല, അതും സത്യം ഞങ്ങൾക്ക് കിട്ടി. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഡൊനേഷനും വരും തുടങ്ങി. ഡൊനേഷൻ വന്നപ്പോൾ ഞങ്ങൾ അതിനെ കണ്ടിന്യൂ വെച്ചോ. 3 ആണ്ടിൽ ഞങ്ങൾ നിരീക്ഷിച്ചിട്ടില്ല ഇത്ര ഞങ്ങൾ സക്സസ് ആവുന്നിട്ട്. സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ സോമേശ്വരത്ത് ഭഗവതിൻ്റെ ദർശൻ വന്ന ടൈമിൽ ഞങ്ങൾ ഇതിനെ മുന്നോട്ട് വെച്ചോ. ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് പോന്നോ, ഞങ്ങൾക്ക് നിങ്ങളെ ആശീർവാദം വേണമായിട്ട് ഭഗവതി ഞങ്ങൾക്ക് ആശീർവാദം തന്നിനി, ഭരോസ തന്നിനി. നിങ്ങൾ പോകുന്ന നല്ല കാര്യവും നിങ്ങൾക്ക് ഈ നല്ല ഇത് കിട്ടും, നിങ്ങൾ സക്സീഡ് ആവുകയായിട്ട്. ശല്യബലിൻ്റെ ഭഗവതിൻ്റെ ദയ ഞങ്ങളുടെ മേലെ ഉണ്ട്. ഞങ്ങൾക്ക് ഇത്രത്തോളം തൊന്തര വന്നില്ല. സാധാരണ ഇപ്പോൾ നുപ്പാട്ട് സ്വാഗത ഭാഷണത്തിൽ മാസ്റ്റർ ചെല്ലിയ പോലെ 3000 സ്റ്റുഡൻസൊക്കെ ഞങ്ങൾ മെയിൻ ഇതല്ലെങ്കിൽ വിദ്യാർജന പാപ്പത്തിൻ്റെ ഒരു വിദ്യ ഇല്ലാതെ വിദ്യയിൽ പതിയെ പോയി നിൽക്കും ഭയല. ആ ഉന്നെ വെച്ചിട്ട് ഞങ്ങൾ എത്രയോ കിടാക്കൾക്ക് അവർക്ക് ബുക്സ് കൊടുക്കുന്നു, ഒരു സ്കൂൾ ഫീസ് കൊടുക്കുന്നു, എത്ര സാധ്യതയുണ്ടെത്തി ഞങ്ങൾ കൊടുത്തുകൊണ്ട് വന്നു. അതേ ലെവലിൽ ചെല്ലിയ പോലെ 3000 സ്റ്റുഡൻസിന് ഞങ്ങൾ ഹെൽപ്പാക്കിയോ. ഈ ജണ്ടാണ്ടെന്ന് ഇത്ര ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടായിട്ട് എഡ്യൂക്കേഷൻ മാത്രമല്ല ഞങ്ങൾ പിന്നെ ഈ ഹെൽത്ത് കെയർ കുറേ ഇതിലേക്കെല്ലാം ഞങ്ങൾ ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കോ അവർക്ക് ഞങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ സത്യം ഞങ്ങൾ സാധ്യത ഇത്ര ഞങ്ങൾ ഹെൽത്ത് കെയർ അവർക്ക് ഹോസ്പിറ്റൽ ബിൽ കെട്ടി കുറേ എടുത്ത് അവർക്ക് സഡൻ എമൗണ്ട് ഞങ്ങൾ കൊടുത്തോ. അതും അതിൻ്റെ ഞങ്ങൾ ഇതായിക്കൊണ്ട് വന്നോ. കൾച്ചറൽ ഡെവലപ്മെൻറ്റ് നമ്മളിൽ ഹിഡന്ന് ഇതുണ്ട്, കുറേ കിടാക്കളയിലും ഉണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കുന്നവർ ഇത് പ്രയത്നാക്കിയോ. അവർക്ക് കോമ്പറ്റീഷന്, സിംഗിങ് അതെല്ലാം ഇതാക്കിയിട്ട് കൊടുത്തു. അതിലും ഞങ്ങൾ സക്സീഡ് ആയിരുന്നു. സീനിയർ സിറ്റിസൻ്റെവർക്കോ ഹെൽപ്പാക്കുന്നവർ ഞങ്ങൾ ഇതുണ്ട്. ഞങ്ങൾ പ്രോജക്റ്റ് കുറേ വലിയുണ്ട്. അതിനകത്ത് ഇപ്പം അതിന് ചെല്ലിക്കൊണ്ട് പോയെങ്കിൽ കൂടെ ടൈം ഭാര്യ കുറച്ചുകൊണ്ട് എനിക്ക് അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് ഓണം കിട്ടീന് 3 മിനിറ്റ് തന്നിന് എനിക്ക്. അങ്ങനെയാണ് ഞാൻ നന്നവിടെ പതുങ്ങ് പറയാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും സഹകാരവും സഹാനുഭൂതി നിങ്ങളെല്ലാവരും ആശീർവാദം ഉണ്ടെന്നെങ്കിൽ ഈ നമോ മേയർ ഗ്ലോബൽ ഫൗണ്ടേഷൻ ഞങ്ങൾ വെറുതെ മേലേക്ക് എത്തിക്കോഞ്ഞിട്ട് ഒരു ധൈര്യമുണ്ട്. ഞങ്ങളിൽ പണിയാക്കുന്ന യങ്സ്റ്റേഴ്സ് ഉള്ളവർ അവർ ഇതിന് മുന്നൊക്കെ കൊണ്ടുവരാൻ ഇത് നിസ്വാർത്ഥ സേവയെ ഞങ്ങളെന്ന് ആർക്കും ഒരു സ്വാർത്ഥമില്ലേ.
ഞങ്ങൾ ഈ സേവാ സമിതിനെ ആക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചണോ ഇത് നിസ്വാർത്ഥ സേവ. ഈ സേവന ഞങ്ങൾ മുന്നൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരുന്നു. അതിലേക്ക് എല്ലാവർക്കും അച്ഛന്മാരുള്ളവർ എല്ലാം പോയിനും താനത്തെ അച്ഛന്മാരിൽ ഞാൻ നിങ്ങളെല്ലാവരും ആശീർവാദം ഉണ്ടെന്നെങ്കിൽ ഈ നമോ മൊയർ ഗ്ലോബൽ ഫൗണ്ടേഷൻ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം നമ്മൾ ജാതിക്ക് മാത്രമല്ല, ഞങ്ങളിലിപ്പോൾ ജാതിൻ്റെ അല്ലാതെ പരജാതിൻ്റെ ഞങ്ങൾ ആക്കുന്ന പണീനെ കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് കൂടിനാരി അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ രജിസ്റ്റർഡ് ബോർഡ് ആയിക്കൊണ്ട് വെറും നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വെക്കാൻ സാധ്യമില്ല. അവർക്കും ചാൻസ് കൊടുക്കണം. അതിലിപ്പോൾ ദേശ്പാണ്ഡെ 4-5 ഇപ്പോൾ നല്ല ഒരു ബിസിനസ് മാൻ്റെ ഞങ്ങൾക്ക് ഇതായ കൂടിയാരി അതിപ്പോൾ അധ്യക്ഷർ പിന്നെ അതിൻ്റെ ചെല്ലും അതിൻ്റെ ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെല്ലാവരും ആശീർവാദം വേണം. ഭഗവതിൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടീനി. അപ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങളെല്ലാവരും ആശീർവാദം ഉണ്ട്, ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ധൈര്യത്തിൽ ഇന്ന് 2 പതുക്കം പറയാൻ നമുക്ക് അവകാശം തന്നതിന് ധന്യവാദം.